ICAയുടെ സെപ്റ്റംബർ എക്സാമിലേക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഇസ് റിഗാർഡിംഗ് അമെൻമെൻറ്റ്സ്. നമുക്ക് ലോയിലും ടാക്സിലും സെപ്റ്റംബർ എക്സാമിലേക്ക് CA ഇൻ്റർമീഡിയറ്റ് പേപ്പറിൽ നമുക്ക് അമെൻമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ള. ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിഗാർഡിംഗ് എക്സംഷൻ, പേപ്പർ എക്സംഷൻ. അപ്പോൾ റിഗാർഡിംഗ് അമെൻമെൻറ്റ്സ് നമ്മൾ ICAയുടെ BOS ലൈവ് എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം അമെൻമെൻറ്റ്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ടാബ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അഗെയിൻ ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ 3 പേപ്പേഴ്സ്, കോർപ്പറേറ്റ് ലോ, പിന്നെ ഡയറക്റ്റ് ടാക്സ്, GST. അപ്പോൾ അതിൽ കോർപ്പറേറ്റ് ലോയിൽ ഏതിലും ആസ് സച്ച് ഈ സെപ്റ്റംബർ എക്സാമിലേക്ക് കാര്യമായിട്ട് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. ലോൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലിയർലി പറയുന്നുണ്ട് നമ്മൾ May 24 എക്സാംസിലേക്ക് ഉണ്ടാക്കിയ ICAയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് സെപ്റ്റംബർ എക്സാമിലേക്ക് ആപ്ലിക്കബിൾ ആവുക. പിന്നെ എന്തൊക്കെയാണോ May 23 തൊട്ട് October 23 വരെ, വിച്ച് മീൻസ് ദീസ് വർ ദി അമെൻമെൻറ്റ്സ് വിച്ച് വാസ് ആപ്ലിക്കബിൾ ഫോർ May 24 എക്സാം. അപ്പോൾ അതിവിടെ ആകെ കാര്യമായിട്ട് 2 അമെൻമെൻറ്റ്സ് തന്നിട്ടുള്ളൂ. പഴയ അമെൻമെൻറ്റ് May എക്സാമിലേക്ക് തന്നെ സെയിം വന്ന അമെൻമെൻറ്റിന് നമുക്ക് സെപ്റ്റംബറിലേക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ. ആൻഡ് ഈ അമെൻമെൻറ്റിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. അതിൻ്റെ അമെൻമെൻറ്റ്സും പ്ലസ് അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും. ദിസ് വാസ് റിഗാർഡിംഗ് ലോ. ഇനി ഇൻകം ടാക്സ് ആയാലും GST ആയാലും എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ സിമിലർ സിനാരിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസിൽ പറയുന്ന പ്രൊവിഷൻസ് ഫുള്ള് ഈ കാണിക്കുന്ന അമെൻമെൻറ്റ്സ് ഫുള്ള് August 2023 ഇത് ഫുള്ള് 23 ഓഗസ്റ്റ് May 23, അതായത് ലാസ്റ്റ് പോയി October 23 ഫുള്ള്. May എക്സാമിലേക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അതിന് നമുക്ക് സെപ്റ്റംബറിനും ഉള്ളൂ. സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് GST ഓൾസോ. GSTൻ്റെ കേസിലും ഇതേപോലെ തന്നെ. അപ്പോൾ ഗുഡ് ന്യൂസ്, നിങ്ങൾക്ക് പുതിയ എഫേർട്ട് ഇട്ട് പഠിക്കാൻ അമെൻമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റിഗാർഡിങ് RTP ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. ലാസ്റ്റ് നമ്മൾ സെപ്റ്റംബറിലേക്കുള്ള RTP റിലീസ്ഡ് ആയിട്ടുമുണ്ട്. നമ്മൾ RTPൻ്റെ സെഷൻസിൽ പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് അമെൻമെൻറ്റ് റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെപ്റ്റംബർ അറ്റംപ്റ്റ് കോർപ്പറേറ്റ് ലോ, സെപ്റ്റംബർ ടാക്സേഷൻ, ഇതിൻ്റെ RTP വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു സോൾവിങ് സെഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻഷാല്ലാ ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ദാറ്റ് വാസ് റിഗാർഡിങ് അമെൻമെൻറ്റ്സ്. ഇനി ICAൻ്റെ സൈറ്റിൽ പോയാൽ നമ്മൾ എക്സംഷനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. ICAൻ്റെ സൈറ്റിൽ സ്റ്റുഡൻസിൻ്റെ സെഷനിൽ പോയിട്ട് അതിൽ എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സാമിനേഷൻ September 24. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ 2 ഫാക്ടേഴ്സ് രണ്ടും റിഗാർഡിങ് എക്സംഷൻസ് ആണ്. അപ്പോൾ എക്സംഷൻസിനെ പറ്റി പറഞ്ഞ പോയിന്റ് എന്താ? ഒന്ന്, ഗൈഡ് ലൈൻസ് ഫോർ കണ്ടിന്യൂയിങ് എക്സോസ്റ്റഡ് എക്സംഷൻസ്. നമുക്ക് May 24 എക്സാമിൽ എക്സംഷൻസ് കഴിഞ്ഞ ആൾക്കാർ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് November 24 എക്സാംസിൽ നിങ്ങൾക്കൊരു പേപ്പറിൽ എക്സംഷൻ കിട്ടിയിരുന്നു. സോ നോർമൽ റൂൾ വാസ് നിങ്ങൾക്ക് 3 അറ്റംപ്റ്റിലേക്കാണ് എക്സംഷൻ കിട്ടുക. അപ്പോൾ November 22 കിട്ടിയ എക്സംഷൻ ഇസ് May 23, November 23, May 24. ദാറ്റ് വാസ് എ ലാസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഇപ്രാവശ്യം ICA നിങ്ങൾക്ക് ഒരു ചാൻസ് തരുന്നത് എന്താ വെച്ചാൽ ഈ എക്സംഷൻ നിങ്ങൾക്ക് ഏതർ പെർമനൻറ്റ് എക്സംഷൻ ആക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് പണ്ടേ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു, അത് ഈ ന്യൂ സിലബസിൽ 3 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ എക്സംഷൻ ഉണ്ടെങ്കിൽ അത് പെർമനൻറ്റ് എക്സംഷൻ ആവും എന്നുള്ളത്. ദിസ് ടൈം ഇറ്റ്സ് ആക്ച്വലി മെയിലേക്കായിരുന്നു അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് വരുന്നത്. ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ട് ICA ഇപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വെർബൈ നിങ്ങൾക്ക് ആ പേപ്പറിൽ എക്സംഷൻ പെർമനൻറ്റ് എക്സംഷൻ ആക്കാം. ഒറ്റേ ചാൻസ് ഉള്ളൂ. അത് എടുത്തില്ലെങ്കിൽ ഈ എക്സംഷൻ ലാപ്സ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കോൺസിക്വൻസ് എന്തുണ്ടാവുക? നിങ്ങൾക്ക് ബാക്കിയുള്ള പേപ്പേഴ്സിൽ നിങ്ങൾക്ക് 50 മാർക്സ് കിട്ടേണ്ടി വരും പാസ്സാവാൻ. ആൻഡ് ആ എക്സംഷൻ കിട്ടിയ പേപ്പറിൻ്റെ മാർക്കും ICA ലിമിറ്റ് ചെയ്യുക 50ലേക്കാണ്. ഓർ ഇൻ അതർ വേർഡ്സ്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഗ്രൂപ്പ് 1 ഒരു പേപ്പറിൽ എക്സംഷൻ ഉണ്ടായിരുന്നു, 60 ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ പെർമനൻറ്റ് എക്സംഷൻ ആക്കിയ ബാക്കി പേപ്പേഴ്സ് 50 വേണം, കുഴപ്പമില്ല. അഗ്രിഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ബാക്കിയുള്ള എനിക്ക് ഓരോ സബ്ജക്റ്റിന് 50 വേണം. ബട്ട് സാധാരണ കേസിൽ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ, അതായത് ടോട്ടൽ ബോത്ത് ഗ്രൂപ്പിൻ്റെ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 50 എന്നുള്ളതിലേക്ക് നമ്മൾ സാധാരണ റൂൾ നമ്മൾ ആ എക്സംഷൻ്റെ 60 നമ്മൾ കൗണ്ട് ചെയ്യുമായിരുന്നല്ലോ എക്സസ് മാർക്ക്. ദിസ് ടൈം അതുണ്ടാവില്ല. നിങ്ങൾക്ക് ആ പേപ്പറിൻ്റെ മാർക്ക് ലിമിറ്റ് ചെയ്യും, 50ലേക്ക് ലിമിറ്റ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് അസ്യൂം 2 പേപ്പറിൽ എക്സംഷൻ ഉണ്ടെങ്കിൽ യു ഓൺലി ഹാവ് ദി ചോയ്സ് ഓഫ് ഒന്നെങ്കിൽ 2 എക്സംഷൻ പെർമനൻറ്റ് എക്സംഷൻ ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ എക്സംഷൻ എടുക്കാതിരിക്കുക. അതല്ലാതെ ഒന്ന് എടുക്കാതിരിക്കുക, അങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം എക്സംഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വിൻഡോ, ടൈം ലിമിറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സെക്യൂർഡ് എക്സംഷൻ ഇൻ November 22 എക്സാം വിച്ച് വിൽ ബി വാലിഡ് ഫോർ May 24 എക്സാം വിൽ ഗെറ്റ് an ഓപ്ഷൻ ടു കണ്ടിന്യൂ their എക്സംഷൻ ഓൺ എക്സോഷൻ ഓഫ് സെഡ് എക്സംഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് May 24 റിസൾട്ട്. May 24 റിസൾട്ട് കഴിഞ്ഞാൽ സാധാരണ അത് തീരേണ്ടതായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നു. സെക്കൻഡ്, തേർഡ് അതവിടെക്കട്ടെ. അതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ റെലവൻസ് ഇല്ല. കാൻഡിഡേറ്റ്സ് ഡിസയർ മേക്ക് എക്സംഷൻ. ഓക്കെ, SSP പോർട്ടലിലൊന്നും ചെയ്യാൻ എൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാൻഡിഡേറ്റ്സ് വിൽ ഗെറ്റ് ഓൺലി 1 ചാൻസ് ടു മേക്ക് ദി എക്സംഷൻ പെർമനൻറ്റ്. Exemption secured in November 22 and getting exhausted after May 24 exams will be shown
ബിഫോർ ദി കണ്ടക്ട് ഓഫ് സെപ്റ്റംബർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ചാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇഫ് നോട്ട് മെയ്ഡ് പെർമനൻറ്റ് ബൈ ദി കാൻഡിഡേറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്, ദാറ്റ് എക്സംഷൻ വിൽ ലാപ്സ് ഫോർ എവർ. If the candidate has exemption in 2 papers of the same group, for example, paper 1 ഉണ്ട്, paper 2 ഉണ്ട്, that are offered in this window, then he or she has to apply either in making both exemptions permanent or let both exemption lapse. നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് ലാപ്സ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ ബോത്തും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കുക. He cannot opt to continue exemption in one paper and let the other lapse. Upon making exemption permanent, the candidate will have to pass the relevant group with at least 50% marks in each of the remaining papers. There will be no correction window. ഈ ലേറ്റ് ഫീസ് അടിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇതിന് വിൻഡോ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റ്സ് ചെയ്താന്നുള്ളത് കാണിക്കാം. കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ദി ഓപ്ഷൻ ടു സറണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ, സെലക്ട് ചെയ്തത് പിന്നെ സറണ്ടർ ചെയ്യാൻ പറ്റും. ഇഫ് ദർ ഇസ് പെർമനൻറ്റ് എക്സംഷൻ ഇൻ എ ഗ്രൂപ്പ്, നോ എക്സംഷൻ വിൽ ബി ഗ്രാൻറ്റഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഇത് ഓൾറെഡി പണ്ടേ ഉള്ള റൂളാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു സബ്ജക്റ്റിൽ എക്സംഷൻ കിട്ടിയാൽ പിന്നെ സബ്ജക്റ്റിൻ്റെ അസ്യൂം വേറെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിൽ 60+ കിട്ടി, അത് നിങ്ങൾക്ക് കിട്ടൂല. 1 exemption at a time. പിന്നെ ഇഫ് ദ കാൻഡിഡേറ്റ് ഇസ് ഓപ്റ്റിംഗ് ടു കണ്ടിന്യൂ ദ എക്സംഷൻ ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ദ സെയിം, ദെൻ ദി എക്സംപ്റ്റഡ് മാർക്സ് വിൽ ബി ലിമിറ്റഡ് ടു 50. ആ കിട്ടിയ മാർക്സ് വാട്ട് എവർ ഇറ്റ് മേ ബി 50ലേക്കാണ് ലിമിറ്റ് ചെയ്യുക. എക്സസ് മാർക്സ് ഓഫ് ദി പെർമനൻറ്റ് എക്സംപ്റ്റഡ് പേപ്പർ കനോട്ട് ബി കൺസിഡേർഡ് ഫോർ കംപ്ലൈങ് 50% അഗ്രിഗേറ്റ് മാർക്ക് റിക്വയർഡ് ഓഫ് ദ സെയിം ഓർ അതർ ഗ്രൂപ്പ്. നിങ്ങൾക്ക് അഗ്രിഗേറ്റ് 50% റിക്വയർമെൻറ്റ് എന്നുള്ളതിലേക്ക് ഈ പേപ്പറിൻ്റെ എക്സംഷൻ്റെ എക്സസ് മാർക്സ് നമ്മൾ എടുക്കില്ല. ആ പേപ്പറിൻ്റെ മാർക്ക് നമ്മൾ 50ലേക്ക് ലിമിറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഏതൊക്കെ സബ്ജക്റ്റ് എക്സംഷൻ കിട്ടിയാൽ കറസ്പോണ്ടിങ് അപ്പുറത്ത് ഏതൊക്കെ എക്സംഷൻ കിട്ടും എന്നുള്ളത് ഇത് പണ്ടേ ഉണ്ടായിരുന്നതായിരുന്നു. നമുക്ക് ഏതർ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ടിങ്, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ അഡ്വാൻസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ സിലബസിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡ്വാൻസ് അക്കൗണ്ടിലാണ് എക്സംഷൻ കിട്ടുക. പിന്നെ EIS SM അല്ലെങ്കിൽ FM ഇക്കോ ഇതിൽ എക്സംഷൻ ഉണ്ടെങ്കിൽ FM and SM എന്നുള്ള പേപ്പറിലാണ് എക്സംഷൻ കിട്ടുക. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് കറസ്പോണ്ടിങ് സെയിം ഫാക്ടേഴ്സ് തന്നെയാണ്. ദിസ് വാസ് റിഗാർഡിങ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ. പിന്നെ ഇതിൻ്റെ വിൻഡോ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിൻഡോ ടൈം നമുക്ക് 15th ജൂലൈനാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഇസ് 30th ജൂലൈ. സെലക്ട് ചെയ്തില്ലെങ്കിൽ സംഭവം ലാപ്സ് ആയി പോകും ചെയ്യും. ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഐ വാണ്ടഡ് ടു ഷെയർ. വേറെ സംഭവം പറയാനുള്ളത്, നമ്മൾ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റിൽ RTP പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദിസ് ടൈം ന്യൂ സിലബസ് ആണ്. ന്യൂ സിലബസ് ആയപ്പോൾ ഇപ്പോൾ May 24 ഇപ്പോൾ ഫസ്റ്റ് എക്സാം നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ RTP പ്രാക്ടീസ് ചെയ്യണോ? എന്തായാലും ഈ നിങ്ങളെ എക്സാമിലേക്കുള്ള RTP ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകരുത്, അതിന് മുന്നത്തും ചെയ്യണം. പ്രീവിയസ് RTP എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളെ സെപ്റ്റംബർ അറ്റംപ്റ്റിന് RTP ഇപ്പോൾ ലോൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പ്ലസ് ലോൻ്റെ കേസിൽ ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ദിസ് ടൈം അത് വീണ്ടും റൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ വിത്തിൻ എ വീക്ക് ഓർ സംതിങ് നമ്മൾ അതിലേക്കുള്ള ഡിസ്കഷൻസ്, ടോപ്പിക്ക്, കാര്യങ്ങൾ ഫുള്ള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ബാക്കി വാട്ട് എവർ അതർ സബ്ജക്ട്സിൽ എന്തൊക്കെ സെഷൻസ് വരാൻ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ പാരലലി ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ് ജോയിൻ ചെയ്യാം. RTP എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ സെപ്റ്റംബർ എക്സാമിൽ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെ ഡെഫിനറ്റ്ലി ചെയ്യാം. കാരണം ന്യൂ സിലബസിൽ ഇപ്പോൾ ഈ 2 RTP നമുക്കുള്ളൂ. ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ഓൾസോ. ബാക്കിയുള്ള സബ്ജക്ട്സ് കോമൺ ആയിട്ട്, ബാക്കിയുള്ള ടോപ്പിക്സ് സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് ടോപ്പിക്സ് യു ഹാവ് ടൈം അതിൻ്റെ പ്രീവിയസ് നോക്കാം. ബട്ട് അഗെയിൻ RTP എന്തെങ്കിലും സംഭവം മസ്റ്റായിട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റും ഡെഫിനറ്റ്ലി പോസിബിൾ ആണെങ്കിൽ ചെയ്യുക. അതൊക്കെ ഞാൻ പറഞ്ഞത് യെസ് അഗെയിൻ സാറേ നമ്മൾ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനിയുള്ള ടൈം 1.5 മാസം 2 മാസം സഫീഷ്യൻ്റ് ആവുമോ എന്ന് പറയുകയാണെങ്കിൽ യെസ്, ഇൻ ദാറ്റ് കേസ് ഓൾസോ ഇറ്റ് ഈസ് മോർ ദൻ സഫീഷ്യൻറ്റ്. കഴിഞ്ഞ റിസൾട്ട് ഇറ്റ് സെൽഫ് വാസ് ആക്ടിങ് ലൈക്ക് എ മോട്ടിവേഷൻ. സോ മേ ബി വാട്ട് എവർ യു ഡിഡ് നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചിന്തിക്കാതെ ഈ ടൈം സഫീഷ്യൻ്റ് ആവണമെന്നുള്ള ഡൗട്ടിനെ പറ്റും ചിന്തിച്ച് നിൽക്കാതെ ഉള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിവിടെ ഫാക്കൽറ്റി സൈഡിൽ നിന്ന് പറ്റുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും നമ്മളും പ്രൊവൈഡ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടുക, ക്ലിയർ ചെയ്യാൻ പറ്റും. ഫൈനൽ എക്സാംസ് വരെ ഷോർട്ട് പീരീഡിൽ 1 month 1.5 month പ്രിപ്പയർ ചെയ്ത് പാസ്സായ കേസസ് എനിക്കറിയാം, പേഴ്സണലി അറിയുന്ന കേസുണ്ട്. സോ ടൈം ഉണ്ടോ ഇല്ലയെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഉള്ള ടൈം നല്ല എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ഇനി RTPൻ്റെ ഡിസ്കഷൻ്റെ ഇൻഷാല്ലാ ഒരു സെപ്പറേറ്റ് സെഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഡു യുവർ ബെസ്റ്റ്.